ഇന്ന് ബീച്ചിൽ സന്ദർശകരുടെ നല്ല തിരക്കുണ്ട്. കാർ പാർക്ക് ചെയ്യാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. പച്ചപ്പാർന്ന കുന്നും പ്രദേശവും നല്ല നീല കടലും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന ചെറു കടകൾ സൈഡിൽ കാണാനും സാധിക്കും. ബീച്ചിലെത്തണമെങ്കിൽ കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അതിനാൽ നടന്ന് ബീച്ചിലേക്ക് പോകുന്നത് കുറച്ച് പരിശ്രമമേറിയ പരിപാടിയാണ്. കാർ പാർക്കിൽ നിന്ന് ഡർട്ടിലോർ ബീച്ചിലേക്ക് എത്താൻ ഏകദേശം 15 മുതൽ 20 മിനിറ്റ് നടക്കേണ്ടതായിട്ടുണ്ട്. ബീച്ചിലേക്ക് ഇറങ്ങുന്ന മലവഴിയിൽ നമ്മൾ കാണുന്ന ചെറിയ വെള്ള പാറക്കഷണങ്ങളും വെള്ളത്തറയും സാധാരണ കല്ലുകളല്ല. അവയ്ക്ക് പ്രത്യേകതകളുണ്ട്. ആ പ്രദേശം മുഴുവനും ജുറാസിക് കോസ്റ്റ് എന്ന പ്രശസ്തമായ തീരപ്രദേശത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയുള്ള വെള്ള നിറമുള്ള പാറകൾ കൂടുതലായി ചുണ്ണാമ്പ് കല്ല്, ചോക്ക് എന്നിവയാണ്. ഇവയ്ക്ക് വെള്ള നിറമുണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ് ഉള്ളതിനാലാണ്. എന്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ ചെറുതായി പൊടിഞ്ഞിരിക്കുന്നത്? അതിനു കാരണം കടൽക്കാറ്റും മഴയും കാരണം പാറകൾ ഇറോഷൻ കൊണ്ട് തകരുന്നു. അതുപോലെ തന്നെ ആളുകൾ നടക്കുന്നതും കൂടി ആകുമ്പോൾ പാറകൾ ചെറുതായി കഷ്ണങ്ങളായി മാറുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വഴിയിൽ വെള്ള ഗ്രാവൽ പോലെ കാണുന്നത്. ഈ പാറയിലൂടെ നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം തെന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം 150 മില്യൺ ഇയേഴ്സ് പഴക്കമുള്ള പാറകളാണ് അവിടെയുള്ളത്. വലിയ പ്രശ്നമാണ്. 4 പേരുണ്ടല്ലോ എല്ലാത്തിലും അവിടം വരെ പോയിട്ട്